വെൽക്കം ടു PSC സ്റ്റുഡിയോ. നമുക്ക് ഈ മാസത്തെ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ നോക്കാം. ആദ്യം ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് കൊടുത്തിട്ടുള്ളത്. സുവർണ ചകോരം ഈ വർഷം കിട്ടിയത് എവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിനാണ്. ഇതൊരു ജാപ്പനീസ് ഫിലിമായിരുന്നു. എവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഫിലിമായിരുന്നു. ഓർത്തോണെ, അതിനായിരുന്നു ഈ വർഷം സുവർണ ചകോരം കിട്ടിയത്. 28ാമത് IFFK ആണ് കഴിഞ്ഞതെന്നും കൂടി ഓർക്കുക. അതുപോലെ രജത ചകോരം കിട്ടിയത് ഏതാണ്? തഡവ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. തഡവ്. സംവിധായകൻ ഫാസിൽ റസാഖ്. അതുപോലെ നെറ്റ്പാക് പുരസ്കാരം ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നെറ്റ്പാക് പുരസ്കാരം കിട്ടിയത്. സംവിധായകൻ ആനന്ദ് ഏഗർഷി. ഇത്രയാണ് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, 28ാമതാണ്, ഓർത്തോണം. സുവർണ ചകോരം ഒരു ജപ്പാൻ ഫിലിമിനാണ് കിട്ടിയത്. എവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുപോലെ രജത ചകോരം തഡവ് എന്ന് പറയുന്ന സിനിമയാണ്. സംവിധായകൻ ആരാണ്? ഫാസിൽ റസാഖ്. പിന്നെ നെറ്റ്പാക് പുരസ്കാരം കിട്ടിയത് ആട്ടമാണ്. സംവിധായകൻ ആനന്ദ് ഏഗർഷി. അപ്പം ആനന്ദം വരുമ്പോഴല്ലേ നമ്മൾ ആടുന്നത്. ആട്ടം എന്ന് പറഞ്ഞാൽ നൃത്തം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പം ആട്ടത്തിൻ്റെ സംവിധായകൻ ആരാണ്? ആനന്ദ് ഏഗർഷിയാണ്. ഓക്കെ, ഒരു പാക്കായിട്ട്, അതായത് ഒരു കൂട്ടം ആൾക്കാരാണ് ആടിയതെന്ന് ഓർത്താൽ മതി. അപ്പം നെറ്റ്പാക് പുരസ്കാരമാണ് ആട്ടത്തിന് കിട്ടിയത്. സുവർണ ചകോരം നമ്മൾ ഓർക്കും, കാരണം അതൊരു വിദേശ ചിത്രമാണ്. ഓക്കെ, ജപ്പാനീസ് ചിത്രമാണ് നമ്മൾ പറഞ്ഞു. എവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. പിന്നെ രജത ചകോരം എന്താണ്? തടവ്. തടവ് എന്നൊക്കെ പറയുമ്പോൾ ജയില് അല്ലേ? ജയിലിൽ ഈ ഇതില്ലേ, തടവ് പുള്ളികളെ ഇടുന്ന സെല്ലിൻ്റെ കമ്പികൾ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറല്ലേ? അപ്പം രജതം എന്ന് പറഞ്ഞാൽ സിൽവർ കളറാണ്. അപ്പം രജത ചകോരം തടവിനാണ് കിട്ടിയതെന്ന് ഓർക്കുക. സംവിധായകൻ ഫാസിൽ റസാഖാണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷിക്കകത്ത് ഫഹദ് ഫാസിൽ ആ ജയിലിൽ കിടക്കുന്നത് ഒന്ന് ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം രജത ചകോരം കിട്ടിയത് ഏതിനാണ്? തടവാണ്. സംവിധായകൻ ഫാസിൽ റസാഖാണ്. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് ഒരെണ്ണം പറഞ്ഞു. ഇനി രണ്ടാമത്തത് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഓക്കെ, ഇതിന് ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. ഈ ഒരു ഫിലിമിൻ്റെ ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഓക്കെ, സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ പറ്റിയുള്ള സിനിമയാണ് ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. കണ്ടോ? നമ്മുടെ റിൻസി നായികയായിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? ഇത് രണ്ടും ഫിലിമുമായിട്ട് റിലേറ്റഡാണ്. അടുത്തത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂററ്റ് ഡയമണ്ട് ബൗൾസ് ആണ്. ഓക്കെ, സൂററ്റ് ഡയമണ്ട് ബൗൾസ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുവാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ്? അത് സൂററ്റ് ഡയമണ്ട് ബൗൾസ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സൂററ്റിൽ തന്നെയാണ് കേട്ടോ. സൂററ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായ സൂററ്റ് ഡയമണ്ട് ബൗൾസ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കും, നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഇത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. 67.28 ലക്ഷം ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തിരിക്കുക. നമ്മുടെ ബുള്ളറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏറ്റവും വലുതായതുകൊണ്ട് തന്നെ ഡയമണ്ട് വെച്ചാന്ന് ഓർത്താൽ മതി. ഓക്കെ, ഡയമണ്ട് ബോസ് എന്നാണ് ഇത് വായിക്കുന്നത് കേട്ടോ. BOURSE ആണെങ്കിലും ഇത് വായിക്കുന്നത് ബോസ് എന്നാണ്. സൂററ്റ് ഡയമണ്ട് ബോസ്. ഓക്കെ, രാജ്യാന്തര AI ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു.
29 രാജ്യങ്ങൾ പങ്കെടുത്തു. ഓക്കെ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള AI ഉച്ചകോടി നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയിലാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് നമുക്ക് എല്ലാവർക്കും പുതിയതായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ഉച്ചകോടി 2023 എവിടെയാണ് നടന്നത്? നമ്മുടെ ന്യൂഡൽഹിയിലാണ്. ഓർക്കാലോ, 29 രാജ്യങ്ങളാണ് പങ്കെടുത്തത്, 29 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി ആരാണ്? ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം വരാൻ പോകുന്നത് അല്ലേ 75ാമത് റിപ്പബ്ലിക് ഡേ ആണ്, 75th ആണ്, 2024 75. ഓർക്കാലോ, ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ്? ഫ്രഞ്ച് പ്രസിഡൻ്റ് ആണ്. ആരാണ്? ഇമാനുവൽ മാക്രോൺ ആണ്. ഓക്കെ, ഇമാനുവൽ മാക്രോൺ ആണ്. ഓർക്കാലോ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ്? സൂററ്റ് ഡയമണ്ട് ബോസ് ആണ്. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. രാജ്യാന്തര AI ഉച്ചകോടി നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 29 രാജ്യങ്ങൾ പങ്കെടുത്തു. അതുപോലെ ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ്? ഫ്രഞ്ച് പ്രസിഡൻ്റ് ആണ്. പേരെന്തായിരുന്നു? ഇമാനുവൽ മാക്രോൺ ആണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി 6, ശരണബാല്യം. അതൊരു പദ്ധതിയാണ് അല്ലേ. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പോവുക അല്ലേ, ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നല്ല, ആശ്രയം അർപ്പിക്കുക എന്നൊക്കെയല്ലേ ശരണം എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പം നമ്മൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത് അല്ലേ, അച്ഛൻ, അമ്മ, അങ്ങനെ. അതോർക്കുക, ശരണ ബാല്യം, അവർക്കൊരു ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആശ്രയിക്കാൻ ഒരു തണലിന് വേണ്ടിയിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇവർക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓർക്കാലോ. ഓക്കെ, അടുത്തത് ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ്. ഓക്കെ, അപ്പം ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് അല്ലെങ്കിൽ ചാന്ദ്ര സമ്മാനം ഈ വർഷം കിട്ടിയത് ISROയ്ക്കാണ്. നോക്കിക്കേ, ആ അവാർഡ് എടുത്തിട്ടുണ്ട് 2023 ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ്. ഓക്കെ, അവാർഡ് കിട്ടിയത് ആർക്കാണ്? ISROയ്ക്കാണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ, ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഏതാണ്? ഐസ്ലൻഡിലെ, ശരിക്കും കാണത്തില്ല എന്ന് തോന്നുന്നു, എന്നാലും പറയാം, ഐസ്ലൻഡിലെ ഒരു ഹൂസ എന്നാണ് വായിക്കുന്നത്, ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ അവാർഡാണ് ഇത് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് എന്ന് പറയുന്നത്. ഹൂസാവിക് എന്ന് പറയുന്ന മ്യൂസിയമാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാന്ദ്രയാൻ 3 ആ ഒരു ദൗത്യത്തിൽ ഇന്ത്യനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡ് ഇന്ത്യക്ക് തന്നിട്ടുള്ളത്. എന്താണ് അവാർഡിൻ്റെ പേര്? ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ്. ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ ഈ ഒരു പടമൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ 2023 ഈ ഒരു അവാർഡ് കിട്ടിയത് ISROയ്ക്കാണ്. ഓർക്കുക, ഈ അവാർഡ് കൊടുത്തത് ഹൂസാവിക് മ്യൂസിയമാണ് ഏർപ്പെടുത്തിയതെന്ന് ഓർക്കുക. ഇതെവിടെയാണ്? ഐസ്ലൻഡിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. ഓക്കെ, അപ്പോൾ ശരണബാല്യം പറഞ്ഞു, കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഏർപ്പാടാക്കിയത്? വനിതാ ശിശു വികസന വകുപ്പാണ്. അതുപോലെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് കൊടുക്കുന്ന ആരാണ്? കൊടുക്കുന്നത് ഹൂസ്വിക് മ്യൂസിയം ആണ് അല്ലേ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് കൊടുത്തേ? നമ്മുടെ ചാന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഇന്ത്യയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അല്ലേ. ഓർക്കുക. ഇനി കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. 8ാമത് നമുക്ക് കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. 1, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാളാണ്. അതുപോലെ സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായത് ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ്. CISF ഡയറക്ടർ ജനറലായത് നീന സിംഗ് ആണ്. ഇപ്രാവശ്യത്തെ ബുള്ളറ്റിൽ 3
അപ്പോയിൻമെൻറ്റ്സ് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ ആണ്. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. എങ്ങനെ ഓർത്ത് വെക്കാം? ഈ ബോംബെ, മുംബൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധോലോകമൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? ജസ്റ്റ് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നില്ല, അങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, വേറെ രീതി ചിന്തിക്കണ്ട. അപ്പം ഈ അധോലോകത്തൊക്കെ ഈ വാള് എന്താണ്? അഗർവാൾ. ഈ വാള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഗുണ്ടകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവരുടെ എന്തായാലും സ്റ്റോക്ക് കാണും അല്ലേ? ആ സ്റ്റോക്കുള്ള വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു പ്രമോദ് അഗർവാൾ ആണ്. പ്രമോദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ ഈ വാൾ എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റണം. പിന്നെ സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണ്. ഓക്കെ, സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആരാണ്? ഫാത്തിമ വസീം. ഓക്കെ, ഇനി CISF ഡയറക്ടർ ജനറലായിട്ട് ആരാ വന്നേ? നീന സിംഗ് ആണ്. CISFൻ്റെ ഡയറക്ടർ ജനറലാണ് നീന സിംഗ്. ഇതും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് 9 ആശാൻ മെമ്മോറിയൽ സ്മാരക കവിതാ പുരസ്കാരം ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിനാണ് ഈ വർഷം കിട്ടിയത്. ഓക്കെ, ആശാൻ മെമ്മോറിയൽ സ്മാരക കവിതാ പുരസ്കാരം ഇപ്രാവശ്യം കിട്ടിയത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. ഓക്കെ, ചെന്നൈയിലാണ് ആശാൻ മെമ്മോറിയൽ ഉള്ളത്. എവിടെയാണ്? ചെന്നൈയിലാണ് ആശാൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്, ഓർക്കുക. ഓക്കെ, പിന്നെ അവാർഡെന്ന് പറയുന്നത് 50,000 രൂപയും 50,000 രൂപയും അതുപോലെ ശില്പവും പ്രശസ്തി പത്രവുമാണ്, അതും ഓർക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആശാൻ മെമ്മോറിയൽ സ്മാരക കവിതാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? കുരീപ്പുഴ ശ്രീകുമാറിനാണ്, ഓർത്ത് വെക്കുക. 10 ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം, ഡോക്ടർ B. ഇക്ബാൽ അദ്ദേഹത്തിനാണ് കിട്ടിയത്. ഓക്കെ, ജനപ്രിയ ശാസ്ത്ര സാഹിത്യം. ഓക്കെ, ആ ശാസ്ത്ര സാഹിത്യത്തിനുള്ള അവാർഡ് ഇപ്രാവശ്യം കിട്ടിയത് എന്താണ്? ഡോക്ടർ B. ഇക്ബാലിൻ്റെ ബുക്കിനാണ്. ആ ബുക്കാണ് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ശാസ്ത്ര ബുക്കാണല്ലോ, അപ്പോൾ ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഈ ഒരു ബുക്കിൻ്റെ പേര് ഓർത്ത് വെക്കാം. മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. എഴുതിയതാരാണ്? ഡോക്ടർ B. ഇക്ബാലാണ്. ഓക്കെ, അതാണ് ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഈ ഒരു ബുക്കിനാണ്. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണെന്നും കൂടെ ഓർത്ത് വെക്കാം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത്. ഓക്കെ, ഓർക്കുക. ദെൻ 11 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ്? മലയാളിയായ EV രാമകൃഷ്ണന് കിട്ടുന്നുണ്ട്. ഈ ഒരു ബുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന ബുക്കിന് EV രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പം മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ അങ്ങ് കേന്ദ്രം വരെ എത്തി എന്ന് ഓർത്താൽ മതി. കേന്ദ്രം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണനാണ്, ഓർക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. ആശാൻ മെമ്മോറിയൽ സ്മാരക കവിതാ പുരസ്കാരം ആർക്കായിരുന്നു? കുരീപ്പുഴ ശ്രീകുമാറിനായിരുന്നു. ഓക്കെ, കവി കുരീപ്പുഴ ശ്രീകുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 5,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് കിട്ടിയത്. ചെന്നൈയിലാണ് ആശാൻ മെമ്മോറിയൽ സ്മാരകം എന്ന് ഓർക്കുക. അതുപോലെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ B. ഇക്ബാലിനാണ്. ഏതാണ് ബുക്ക്? മഹാമാരികൾ, പ്ലേഗ് മുതൽ, പ്ലേഗ് ഒരു മഹാമാരിയാണ്, കോവിഡാണ്. അപ്പോൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ, മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ശാസ്ത്രം, അതിജീവനം, ഇതാണ് ബുക്കിൻ്റെ പേര്. അപ്പം ഇത് കൊടുക്കുന്ന ആരാണ്? ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് കിട്ടിയത്? EV രാമകൃഷ്ണന് കിട്ടുന്നുണ്ട്, മലയാളിയായ.
മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി സ്പോർട്സ്. 12ാമത്തെ ഒരു സ്പോർട്സ് ന്യൂസ് നോക്കാം. കറണ്ട് അഫെയർ. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് താരത്തെ സ്വന്തമാക്കിയത്. അപ്പം നമ്മുടെ ബുള്ളറ്റിലാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹമാണ് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക്. അപ്പം മിച്ചൽ സ്റ്റാർക്കിൻ്റെ ആരാണ്? ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. ഓക്കെ, അദ്ദേഹത്തിന് IPL താരലേലത്തിൽ അദ്ദേഹത്തെ എന്താണ് ഏറ്റവും ഉയർന്ന പ്രതിഫലം കിട്ടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മിച്ചൽ സ്റ്റാർക്ക്. ഓക്കെ, അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഓക്കെ, IPL താരലേലത്തിൽ 24.75 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് മിച്ചൽ സ്റ്റാർക്ക്. ഓർക്കുമല്ലോ, മിച്ചൽ സ്റ്റാർക്കാണ് IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തിന് എന്താണ് അർഹനായ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആണെന്ന് കൂടി ഓർക്കാം. സ്വന്തമാക്കിയതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഓക്കെ, അദ്ദേഹം എന്താണ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം കിട്ടാൻ കാരണം അദ്ദേഹം ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ, മിച്ചൽ സ്റ്റാർക്ക്. ഓക്കെ, ഇനി അടുത്തത് വുമൺസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരം ആരാണ്? ഇഗ സ്വയടെക് ആണ് കേട്ടോ. വിമൻസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരം ചോദിച്ചാൽ ഇഗ സ്വയടെക് ആണ്. ഓക്കെ, അദ്ദേഹം പോളണ്ട് താരമാണ്. ഓക്കെ, പോളണ്ട് താരമാണ് ഇഗ സ്വയടെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വുമൻസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരം ഇഗ സ്വയടെക് ആണ്. പോളണ്ട് താരമാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. ഓക്കെ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ താരമല്ല, മലയാളി താരം ചോദിച്ചാൽ അത് സഞ്ജു സാംസൺ ആണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു ആ നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്നും കൂടെ പറയാം. IPL താരലേലത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം അന്ന് നേട്ടം ആർക്കാണ്? മിച്ചൽ സ്റ്റാർക്കിനാണ്. ഓസ്ട്രേലിയൻ താരമാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കിയതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഓക്കെ, വുമൺസ് ടെന്നീസ് അസോസിയേഷൻ 2023 മികച്ച താരം ആരാണ്? പോളണ്ട് താരമായ ഇഗ സ്വയടെക് ആണ്. ഓക്കെ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇത് ഓർത്ത് വയ്ക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആകെ മലയാളിയായിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾ എനിക്കറിയാവുന്നത് ശ്രീശാന്തും സഞ്ജു സാംസണും ഉള്ളൂ. അപ്പോൾ എളുപ്പമുണ്ട്, സഞ്ജു സാംസൺ ആണ് കിട്ടിയതെന്ന്. ഓക്കെ, സെഞ്ചുറി സഞ്ജു എന്ന് ഓർത്ത് വെക്കാം. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയായിരുന്നു ആ നേട്ടം എന്നും കൂടി ഓർക്കുക. അടുത്തത് 15. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്ത ആരെയാണെന്ന് ചോദിച്ചാൽ ഹാർദിക് സിംഗിനെയാണ്. ഓക്കെ, അതുപോലെ മികച്ച വനിതാ ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് സവിത പുനിയേനെയുമാണ്. ഓക്കെ, 2 ഇന്ത്യൻ ഹോക്കി താരങ്ങളെ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഈ വർഷം അംഗീകാരം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാന്ന് നോക്കിയാൽ 1 ഹാർദിക് സിംഗ്, 2 സവിത പുനിയ. ഹാർദിക് സിംഗ് ആയിരുന്നു മികച്ച പുരുഷ താരം. എന്താണ് മികച്ച പുരുഷ താരമാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അത് ഓർത്താൽ മതി. അപ്പോൾ ഹാർദിക് സിംഗ് ആയിരുന്നു മികച്ച പുരുഷ താരം എന്ന് പറയുന്നത്. അതുപോലെ വനിതാ ഗോൾ കീപ്പർ. ഓക്കെ, ഗോൾ കീപ്പർ ആരായിരുന്നു? സവിത പുനിയ. ഓർത്തേളുമല്ലോ. ഓക്കെ, ഇനി അടുത്തത് ധ്യാൻചന്ദ് അവാർഡ്. അതായത് 2023 ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ചിരാഗ് ഷെട്ടിക്കും
സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്കുമാണ്. ആരൊക്കെയാണ്? ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായി രാജ് റെങ്കിറെഡ്ഡി. ഓക്കെ, ധ്യാൻചന്ദ് പുരസ്കാരമാണ് കിട്ടിയത്. ഓക്കെ, നമുക്കിങ്ങനെ ഓർത്ത് വെക്കാം. അപ്പം നമ്മൾ ധ്യാനിക്കുകയൊക്കെയാണെന്ന് ഓർത്തു. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ അടച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിറകുകളൊക്കെ വന്ന പോലെ പറക്കുന്ന പോലെ ചിന്തിക്കുക. അപ്പം ചിരാഗ് ഷെട്ടി, ഓക്കെ, ചിരാഗ് ഷെട്ടിയാണ് ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയ ഒരാൾ. അതുപോലെ തന്നെ ഈ സാത്വിക മനോഭാവമുള്ളവർ ഇങ്ങനെ എന്താ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമൊക്കെ ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം സാത്വിക് സായി രാജ് റെങ്കിറെഡ്ഡി, സാത്വിക് സായി രാജ് റെങ്കിറെഡ്ഡി ഓർത്ത് വെക്കാം. അപ്പോൾ ധ്യാൻചന്ദ് അവാർഡ് ആർക്കൊക്കെയാണ്? ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായി രാജ് റെങ്കിറെഡ്ഡിക്കുമാണ്. ഓക്കെ, അടുത്തത് അർജുന അവാർഡ്. എം ശ്രീശങ്കർ മലയാളി താരമാണെന്നറിയാം. അദ്ദേഹം ഏത് കായിക ഇനമായിരുന്നു? ലോങ് ജമ്പ് ആണ് അല്ലേ? ഓക്കെ, ലോങ് ജമ്പ് താരമായ ആരാണ്? എം ശ്രീശങ്കർ. അതുപോലെ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമി. ഇവർ രണ്ടും മലയാളി താരങ്ങളാണ്. ഓക്കെ, ഇവർക്ക് അർജുന അവാർഡ് കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷമിക്കും അതുപോലെ ആർക്കാണ്? എം ശ്രീശങ്കറിനും അർജുന അവാർഡ് കിട്ടുന്നുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ലോങ് ജമ്പാണ് എം ശ്രീശങ്കറിൻ്റെ എന്താണ് മത്സര ഇനം എന്ന് കൂടി ഓർക്കുക. അതുപോലെ നമ്മൾ പറയാൻ മറന്നത് ചിരാഗ് ഷെട്ടി അതുപോലെ സാത്വിക് സായി ഇവർ രണ്ടും ബാഡ്മിൻ്റൺ താരങ്ങളായിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ, 2 ദിവസം ധ്യാനം ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബാഡ് മൂഡായിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ബാഡ്മിൻ്റൺ താരങ്ങളാണ് ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി. ഓക്കെ, അർജുന അവാർഡ് പറഞ്ഞു ആരായിരുന്നു? എം ശ്രീശങ്കറും മുഹമ്മദ് ഷമി. ഇവർ രണ്ട് മലയാളികളാണ്. ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി ദ്രോണാചാര്യ അവാർഡ് ഇ ഭാസ്കരൻ. ഈ വർഷം കിട്ടിയ മലയാളിയാണ് ഇ ഭാസ്കരൻ. ഈ വർഷം ഞാൻ പറയുന്നത് 2023 ഓർത്തോണേ. ഓക്കെ, കബഡി പരിശീലകനായ ഇ ഭാസ്കരന് ഈ വർഷം ദ്രോണാചാര്യ അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മികച്ച പുരുഷതാരം ആരായിരുന്നു? ഹാർഡായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അല്ലേ? ഹാർദിക് സിംഗ്. അതുപോലെ മികച്ച വനിതാ ഗോൾ കീപ്പറോ? സവിത പുനിയ. ഓക്കെ, വനിതാ ഗോൾ കീപ്പർ എന്താ? പുള്ളിക്കാരി സാവധാനമാണ് ആയതെന്ന് ഓർത്താൽ മതി. വനിതാ ഗോൾ കീപ്പർ മികച്ചതായത് എങ്ങനെയാണ്? സാവധാനമാണ്. സവിത പുനിയ. ഇനി ധ്യാൻചന്ദ് അവാർഡ് ബാഡ്മിൻ്റൺ താരങ്ങളായ ആർക്കൊക്കെ കിട്ടിയത്? ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്കും. അതുപോലെ അർജുന അവാർഡ് കിട്ടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? എം ശ്രീശങ്കർ ലോങ് ജമ്പ്, മുഹമ്മദ് ഷമി ക്രിക്കറ്റ്. അതുപോലെ ദ്രോണാചാര്യ അവാർഡ് കിട്ടിയ മലയാളി ആരാണ്? കബഡി പരിശീലകനാണ് അല്ലേ? ആരാണ്? ഇ ഭാസ്കരന് കിട്ടുന്നുണ്ട്. ഇനി 19 കുറച്ച് വേർപാടുകളാണ് ഈ വർഷം മരിച്ച കുറച്ച് പേര്. അത് 2023 ഈ ഡിസംബറിൽ വേർപെട്ട കുറച്ച് പേരെയാണ്. വിജയകാന്ത് നമുക്കറിയാം, പ്രശസ്ത മലയാള സിനിമാ താരമാണ്. രാഷ്ട്രീയ നേതാവൊക്കെയായിരുന്നു വിജയകാന്ത്. അതുപോലെ പ്രശാന്ത് നാരായണൻ എന്താണ്? പ്രശസ്ത നാടകരചയിതാവാണ്. അതുപോലെ സംവിധായകനാണ്. അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ് പ്രശാന്ത് നാരായണൻ. അതുപോലെ KP വിശ്വനാഥൻ കോൺഗ്രസ് നേതാവാണ്. മുൻ മന്ത്രിയൊക്കെ ആയ വ്യക്തിയാണ് KP വിശ്വനാഥൻ. TA ജാഫർ കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. ആരാണ്? TA ജാഫർ എന്ന് പറയുന്നത്. അപ്പോൾ വിജയകാന്തിനെ പറ്റി നമുക്കറിയാം. പിന്നെ പ്രശാന്ത് നാരായൺ ഓർത്ത് വയ്ക്കുക. സംവിധായകനായിരുന്നു, നാടകരചയിതാവായിരുന്നു പ്രശാന്ത്. അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ്. KP വിശ്വനാഥൻ മുൻ മന്ത്രിയാണ്, കോൺഗ്രസ് നേതാവായിരുന്നു. കേരളത്തിലെ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? TA ജാഫർ. ഇപ്പോൾ ഒരു ഏകദേശം 19 കൂടുതൽ നമ്മൾ കറണ്ട് അഫെയർ നോക്കിയിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പം ഇത്രയുമാണ് 2024 എന്താണ് ജനുവരി 1 PSC ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഈ 2024 ജനുവരി 1 PSC ബുള്ളറ്റിൽ തന്നെ കുറച്ച് 2023 മൊത്തമുണ്ടായ കറണ്ട് അഫെയർ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 2 ഇഷ്യൂ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അത്
ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വീഡിയോ ആയിട്ട് കുറച്ചായിട്ട് പഠിച്ച് പോകാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.